പ്രസംഗിച്ചപ്പോ അതിന്റെ തലേ ദിവസം ഞാൻ പ്രസംഗിച്ചിരുന്നു അവിടെ. അന്ന് ഞാൻ ചോദിച്ചു, ബോംബെയിലുള്ള മനുഷ്യന്റെ പേരൊന്ന് പറയുന്നു, അല്ല അഡ്രസ്സും. ഹസ്രജിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ വിസ വേണം, ടിക്കറ്റ് വേണം, അല്ലേ? ഭയങ്കര പണിയാണ്. നമുക്ക് ആ ബോംബെത്തുനിന്നാണ് നോക്കാറുണ്ട്. ഈ പ്രസംഗം കേട്ട ഏതോ ഒരു അനുവാചകൻ മുഖാമുഖം എന്ന പേരിൽ കാണിക്കാറില്ല ആ ഗെയിം ഉണ്ടല്ലോ, അതിൽ ഒരു ചോദ്യം ഉന്നയിച്ചു, ബോംബെയിലെ ആൾ അഡ്രസ്സ് തരാൻ പറയാൻ പറ്റുമോ? ഒരു സാധാരണക്കാരന്റെ സംശയമാണ്. ഇയാൾ പറഞ്ഞു, ഇക്ബാൽ വലി മുഹമ്മദ്, ബോംബെ, അതാണ് അഡ്രസ്സ് തരുന്നത്. അങ്ങനെ ഊരിപ്പോയി അശ്വനി. ആ പ്രസംഗം ഇപ്പോഴും കാസറ്റ് ഉണ്ട്. ഇവനെ കൊണ്ട് ബോംബെയിൽ തെണ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ വിജയം തന്നെയാണ്. അത് ആരാണ് മനസ്സിലാക്കണം. അവിടെ ചെന്നിട്ട് ഇക്ബാൽ വലി മുഹമ്മദ് പറഞ്ഞ ആള് എവിടെയാണ്, അയാളൊരു ഫ്ലാറ്റ് എവിടെയാണ് ഒക്കെ നോക്കേണ്ടി വന്നില്ലേ. ഇതന്നെ വിജയം. ഇതിന്റെ മുരട് തേടിയാണ്ട് പോകും. പിന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറയണ ഈ പറയപ്പെട്ട വാദങ്ങളൊക്കെ ഒരു വിധത്തിലൊക്കെ പൊളിഞ്ഞു. ഇനിയിപ്പോ തെളിവൊന്നും ആവശ്യമില്ല, ഒരു പ്രസംഗവും ആവശ്യമില്ല. ഇപ്പൊ സാധാരണഗതിയിൽ മുടിയെന്നാണ് പറയുമ്പോൾ ആൾക്കാർക്ക് ചിറിങ്ങിട്ട് വരികയാണ്, അല്ലെ? പൊതുവായിട്ട് എ പി എന്ന് കേൾക്കുമ്പോഴും മുടിയെന്ന് കേൾക്കുമ്പോഴും ഒരു ഹാസ്യ കഥാപാത്രത്തിനെ പോലെ നാണം കെടാൻ ഇറങ്ങി പുറപ്പെട്ട എന്ത് ചെയ്യാനാ? 19 വയസ്സായി, ഇനിയെങ്കിലും ഇയാൾക്ക് ഇതൊന്ന് നിർത്തിക്കൂടെ? ഇയാൾക്ക് പ്രായപൂർത്തിയായ അന്ന് മുതൽ ഈ സമുദായം സഹിക്കുന്നതാണ്. 85 വയസ്സായിട്ട് ഇന്നും ഇക്കളിയ ഉളുപ്പുണ്ടോ ഈ പരിപാടിക്ക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മുടി ചോദിച്ചു, ഇനിയിപ്പോ എന്തേക്കും പറയാറോ, ഇസ്മായിൽ മുസ്ലിയാർ മൂപ്പർ ഉസ്താദിന് ചീത്ത പറഞ്ഞു. ആ താടി നരച്ചത് വെയിലുണ്ടിട്ടല്ലോ, വയസ്സായിട്ടല്ലേ. ഇത് അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ പേരക്കുട്ടികൾ ചീത്ത പറയേണ്ടി വരും. മുരീദന്മാരല്ല, ശിഷ്യന്മാരല്ല. ചിലപ്പം സ്വന്തം മകന്റെ മകൻ, ഉപ്പ എനിക്ക് നാട്ടുകാരെ മുമ്പിലൂടെ നടക്കണം, നിങ്ങൾ ഈ ആത്മീയ കച്ചവടം അവസാനിപ്പിക്കണമെന്ന് പേരക്കുട്ടികൾ ഏപ്പിനോട് പറയേണ്ടി വരും ഈ കളി കളിച്ച. എന്തെങ്കിലും മനസ്സിലാക്കി? ഇപ്പൊ ഇത് പറഞ്ഞിട്ട് ആരാ ഇവിടെ ഷെയർ മുബാറക്കിനെതിരുള്ളത്? അശ്വനി ഇപ്പൊ പ്രസംഗിച്ച ഘട്ടങ്ങള് ലോകത്തൊരിടത്തും നമ്മൾ പറയുന്നത് പോലെ ഷെയർ മുബാറക്ക് സൂക്ഷിച്ചിട്ടില്ല. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് സൂക്ഷിച്ചത്. ലോകത്തൊരിടത്തും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ചതുപോലെ ഒറ്റ മുസ്ലിമും മുടി സൂക്ഷിച്ചിട്ടില്ല. സയ്യിദുന അഷ്റഫുൽ വറ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തോട് അത്ര ബഹുമാനം മുസ്ലിമീങ്ങൾക്കുണ്ട്, ആദരവുണ്ട്. അള്ളാന്റെ ഹബീബിനെ ബഹുമാനിക്കാതെ ഒരു മുസ്ലിമിന് ജീവിക്കാനാവോ? അവിടുത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? എന്തായി പറയുന്നത്? നിങ്ങളെ തലല്ലാത്തൊരു മൊയ്ലിയര് എവിടുന്നോ ഒരു തലല്ലാത്ത മുടി കൊണ്ടുവന്നിട്ട് പണ്ഡിതന്മാര് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ലോകത്തുള്ള ഷറഫാക്കപ്പെട്ട ഷഅർ മുബാരക്കുകൾ മുഴുവനും സനദില്ലാതെ സൂക്ഷിക്കപ്പെട്ടു എന്ന് പ്രസംഗിക്കാനുള്ള നിന്റെ നാവിന്റെ കനം അത് വളരെ കനമുള്ളതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ലോകത്തൊക്കെ അംഗീകരിക്കപ്പെടുന്നത് അങ്ങനെ സൂക്ഷിച്ചിട്ടുള്ളൂ. ഇവൻ ലോകം എവിടെ കണ്ട്? ലോകം കണ്ടുവന് ഞാൻ പറയണില്ല, ലോകം മുഴുവനും പരിശോധിച്ചിട്ട് വന്നിട്ടാണ്. എന്താ പറയണേരോ? ലോകം മുഴുവനും പരിശോധിച്ചു അശ്വനി. ഇത് കണ്ടെത്തി. ചേളാരിക്കാര് പറയണ മാതിരി ഒരു സനത് എവിടെ ഇല്ല. ആർക്ക് വേണ്ടിയിട്ടാണ് കുട്ടിയെ ഈ പരിപാടി? എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ പറഞ്ഞോ, നീ ചീത്ത പറയുക എന്നത് എന്റെ ജീവിതത്തിൽ അംഗീകാരമായി ഞാൻ മനസ്സിലാക്കുന്നു. ഗുണം പറയാഞ്ഞാൽ മതി. നിന്നെപ്പോലെ ഗതികെട്ടവരുടെ നാവിൽ നിന്ന് തെറി കേൾക്കുക എന്നത് അള്ളാഹു എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമായി ഞാൻ മനസ്സിലാക്കുന്നു. മറുപടി പറയുന്നില്ല. അങ്ങനെ പറയാൻ എത്ര പറയേണ്ടി വരും? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് തിരിയുണ്ടോ? ഞാൻ പറയണേക്ക് മനസ്സിലാണ്ടോ? ജനിച്ചത് മുതൽ ഇന്ന് വരെ ഉറക്കത്തിൽ പോലും സത്യം പറയാൻ കഴിയാത്തൊരു കാക്ക ഒരു മുടിയും കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, കേരളത്തിൽ നിങ്ങൾ കേട്ടതിൽ വെച്ച് ഏറ്റവും അധികം കളവ് പറയുന്ന ആളാരാ? പറയും. ഇത് സമൂഹത്തിന്റെ വിശ്വാസം, എന്റെ വിശ്വാസമല്ല. ഏറ്റവും അധികം അപവാദത്തിന് വിധേയനായ, അപവാദം ചെയ്തു എന്ന് സമൂഹം വിശ്വസിക്കുന്ന പണ്ഡിതനാരാ? പറയും. ഇത് ജനങ്ങളെ വിശ്വാസ, ഇസ്മായിൽ സഖാഫിന്റെ വിശ്വാസമല്ല. ഏറ്റവും അധികം സാമ്പത്തിക ക്രമക്കേട് കാട്ടിയെന്ന് സമൂഹം ആരോപണം ഉന്നയിച്ച പണ്ഡിതനാരാണ്? പറയൂ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. നിഷേധിക്കാൻ പറ്റുമോ? ഇത് സമൂഹത്തിന്റെ വികാരമാണ്, ജനങ്ങളെ വികാരമാണ്, ഇസ്മായിലിന്റെ വികാരമല്ല. ഇതിൽ ഞാൻ നിങ്ങളുടെ പിന്നിലാണ്. കാരണം നിങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ അയാൾ മോശക്കാരനെ മനസ്സിലാക്കി. ഞാൻ വളരെ വൈകി. നിങ്ങൾ വിശ്വസിച്ചതിലേക്ക് ഞാൻ എത്തി എന്നതല്ലേ ശരി? ഞാൻ നിങ്ങളെ വിശ്വസിപ്പിച്ചു എന്നതാണോ? ആണോ? എന്നിട്ട് ഇവര് പറയുന്നത് ഞാനും അസൻ സഖാഫി പ്രസംഗിച്ചിട്ട് ഇവരൊക്കെ എ പിക്കെതിരാക്കി. അങ്ങനെയല്ല കുട്ടികളെ സംഭവിച്ചത്. നേരെ മറിച്ചാണ്. ഞങ്ങളൊക്കെ SSF ജിന്ദാബാദ് എന്ന് വിളിച്ചു ഇയാൾ കുത്തുബും ഗൗസുമാണെന്ന് കരുതി പിന്നിൽ നടന്നപ്പോൾ
ഇവരൊക്കെ അയാൾ മോശമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ എന്റെയും മുമ്പിലാണ് അല്ലേ? ഇത് സത്യമല്ലേ? ഇവിടെ കേരളം അറിഞ്ഞ സത്യമല്ലേ? നിഷേധിക്കാൻ പറ്റുമോ? ഈ ഗതികേട് അത് എന്നൊരു നുണുണ്ടാവും തൊട്ടാളി. കാന്തപുരം പറഞ്ഞ കളവുകൾ മാത്രം പറയാനാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തെ വേളക്കേണ്ടി വരും അല്ലേ? ഇപ്പൊ സമയമല്ല. ഇത് ജനങ്ങളെ വിശ്വാസ. ഇയാളിപ്പോ കഅബത്തിന്റെ ഒരു കഷ്ണം കൊണ്ടുവന്നാൽ പോലും ഇത് എവിടുന്നേ കിട്ടിയെന്ന് ആൾക്കാർ ചോദിക്കും. അവനവന്റെ വിശ്വാസം അവനവൻ ഉണ്ടാക്കണം. ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇപ്പറഞ്ഞ വിഷയത്തിൽ എത്ര നുണ പറഞ്ഞു, പോട്ടെ, അതൊക്കെ പോട്ടെ. ഈ ഒരു മുടിന്റെ വിഷയത്തിൽ എത്ര കളവ് ഈ ആശനി അടക്കം പറഞ്ഞു. ആദ്യം എന്തേ പറഞ്ഞു? നിങ്ങൾ കേട്ടില്ല? ആദ്യം എന്തേ പറഞ്ഞു? സനദുണ്ട് അല്ലെ? ഇതാ ഖസ്റജ് വായിച്ചത് സനദാണ് അല്ലെ? ഇഖ്ബാൽ ജാലിയാവാല വഴി കിട്ടിയതും മുത്തസിലായ സനദാണ്, സനദുണ്ട്. അപ്പൊ ആൾക്കാർ സനദും ചോദിച്ചു വന്നപ്പം നമ്പർ മാറ്റി. എന്തേ പറഞ്ഞു? നിങ്ങൾ ദുബായിലേക്ക് വരൂ, ഒരു കഷ്ണം സനദ് അവിടെ ഉണ്ട്. നിങ്ങൾ ബോംബെയിലേക്ക് പോകൂ, ഒരു കഷ്ണം സനദ് അവിടെയുണ്ട്. അത് കഴിഞ്ഞ് ബോംബെക്ക് എങ്ങനെ പൊളിഞ്ഞു വന്നപ്പം ബോംബെ പാർട്ട് 1 വന്നിട്ടുള്ളൂ. ബോംബെ കുറെ വരാണ്ട്, തീരൂല. ഇത് ബോംബെ അല്ലേ? നിങ്ങളൊക്കെ പോയിക്കോളൂ, ഒഴിവുണ്ടാകുമ്പോ ഇക്ബാൽ വലി മുഹമ്മദ് എന്ന് പറയുന്ന ആളെ അന്വേഷിച്ചാൽ മതി. ആ പച്ചപ്പള്ളിന്റെ അടുത്തുണ്ടാവും ആള്. അവിടെ അന്വേഷിച്ചാൽ കിട്ടും. അയാളെടുത്ത് ചെന്നാൽ കായുണ്ടെങ്കിൽ ഓരോന്ന് വാങ്ങിപ്പോയി ഇങ്ങൾക്കും കിട്ടും. എന്തും കിട്ടും. ഒരു 50,000 റുപ്യറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഫാത്തിമ ബീവിന്റെ പുതപ്പും റസൂലുള്ളാഹിന്റെ ചെരുപ്പും ഔസുലാലമിന്റെ ഫോട്ടോയും ഷെയ്ഖരിഫായി തങ്ങളെ കിതാബൊക്കെ കിട്ടും. നമ്മളിത് പ്രസംഗിച്ചു എന്നുള്ളതുകൊണ്ട് അയാൾ വിൽപ്പന നിർത്തൂല. എന്താ കാര്യം? അയാൾ ഉദ്ദേശിക്കുന്ന കായുണ്ടാക്കൽ തന്നെയാണ്. മനസ്സിലായോ നിങ്ങൾക്ക് ഈ പരിപാടി? ഇനി നോക്കുക. മറ്റൊന്ന്, ഒരു മുടി കിട്ടിയപ്പോക്കിന് കാന്തപുരത്തിനെ കുറിച്ച് നിങ്ങൾ എന്തേ പറഞ്ഞു? പറയൂ. വിശുദ്ധ കേശങ്ങളുടെ തിരുസൂക്ഷിപ്പുകാരൻ കുത്തുബുൽ അഖ്താബ് ഔസുലാൽ എന്നൊക്കെ പറഞ്ഞു. 7 മുടി കിട്ടിയ അമീദ് വൈസിന് ഇപ്പൊ എന്താ പറയാ? ഒരു ലഫ്ളിങ്ങട്ട് കിട്ടണല്ലോ മൂപ്പരെ പറയാൻ. ഒരു കഷ്ണം മുടി കിട്ടിയപ്പോഴേക്ക് 40 കോടിന്റെ പള്ളി. ഇനിയിപ്പോ അമീദ് ഫൈസിന്റെ പള്ളിക്ക് നമ്മൾ എന്താ കാട്ടുക? ഈ ഗെയിമൊക്കെ ആരോടെ കുട്ടികളെ? ഞങ്ങൾ ഇതൊക്കെയാണ് പറയുമ്പോക്കിന് നിങ്ങൾ ചൂടാകണം. അതിനാ പറയണത്. നിങ്ങൾ ദേഷ്യം പിടിക്കണം, നിങ്ങൾ തെറി പറയണം, നിങ്ങൾ ആക്ഷേപിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു പ്രസംഗം നടത്തിയ 50 ആളെ AP ഗ്രൂപ്പിൽ നിന്ന് വിടും. നൗഷാദ് ഹാസിന് ഒറ്റ മറുപടി പറഞ്ഞ 500 ആളാണ് വിടും. പണ്ട് മറ്റേ മന്ത്രിച്ചു വിചാരി മുസ്ലിമത്തിൽ കഥാ ബോധിയാ മതിരിയാ. കിട്ടണോടെ കൊണ്ട് പറഞ്ഞോളി. പേരോടിന് എന്ത് പറ്റിയാവോ? മൂപ്പരും മുങ്ങി. ഇനി വരും പഠിച്ചുകൊണ്ടിരിക്കാൻ എന്ത് കളവോ പറയണ്ടേ? പറഞ്ഞോടത്തൊക്കെ പാളിക്കണം. ഇനി ആൾക്കാർ മറന്നിട്ടേ വരുള്ളൂ റമദാൻ കഴിഞ്ഞിട്ട്. റമദാൻ മാസത്തിൽ പുതിയൊരു വിവാദം വരാൻ സാധ്യതയുണ്ട്. എന്തായിരിക്കും അത്? പറയും. മാസപ്പിറവി. അത് വന്ന ആൾക്കാരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കാലോ. ഏത്? ഇതൊരു വലിയ ഗെയിമാണ് പൊട്ടിയത്. ഇതൊരു വലിയ സത്യമല്ലേ നമ്മൾ പറയുന്നത്? ഇവർ ഈ കളിക്കുന്ന കളി ഞാൻ ദീർഘമായി പറയല്ല. വലിയ ഗുരുത്തക്കേടുകൾ ഇവർ ചെയ്തു. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ശക്തമായ ആക്ഷേപം ഉന്നയിച്ചു. അവിടുത്തെ വിമർശനത്തിന്റെ മുനമ്പിൽ നിർത്തി. ഞങ്ങൾക്കതിൽ വേദനയുണ്ട്, ഞങ്ങൾക്കതിൽ വിഷമുണ്ട്. അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി പെണ്ണുങ്ങളെ മുടി പോലെ വളർന്നു തൂങ്ങിയിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ഫഖൻ നബിയീന ഫി ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫി ഇൽമിൻ വലാ കറമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. 6 വർഷം പോലും മുടിവെട്ടാത്ത പ്രാകൃതനാക്കി ഞങ്ങളെ നേതാവിനെ നിങ്ങൾ ചിത്രീകരിച്ചു. അവിടുത്തെ മുടി പിന്നിലേക്ക് നീണ്ട് സ്ത്രീകളെ മുടി പോലെയാകുമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. അവിടുത്തെ ശറഫാക്കപ്പെട്ട മുടിക്ക് നെതലുണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞു. അവിടുത്തെ ഭൂമിയിൽ സൂക്ഷിക്കപ്പെട്ട ആസാറുകൾക്കൊക്കെയും സനദില്ലാത്തവയാണെന്ന് നിങ്ങൾ പറഞ്ഞു. വളരെ സൂക്ഷിച്ചുകൊള്ളണം. ഇത് പരിധിയുടെ പുറത്താണ്, ഇത് പരിധിയുടെ പുറത്താണ്, ഇത് വലിയ ഗൗരവമാണ്. എന്താപ്പ ചെയ്യാ? നിങ്ങളിപ്പോ എവിടെ എത്തി? ഞാൻ പറയലുണ്ട്, ഏപ്പിസം വികസിച്ചാൽ അത് വഹാബിസ് ആകുന്നു. ശരിയല്ലേ ഇപ്പൊ കുട്ടി പറഞ്ഞത്? നമ്മളെ ചീത്തറിനോട്ടെ, അത് പ്രശ്നമില്ല. പക്ഷേ ഈ ഉമ്മത്തിനെ സുന്നത്ത് ജമാഅത്തിന്റെ പേര് നിർത്തി ഈ കളി കളിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ഞാനീ പറയുന്നത് AP ഗ്രൂപ്പിലെ നിഷ്പക്ഷമതികളോടാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അയാളുടെ മകന്റെയും ഹൈടെക് സ്വപ്നങ്ങൾക്ക് വേണ്ടി സമൂഹത്തെ വിഭജിക്കാൻ അനുവദിക്കരുതെന്ന് ആ കൂട്ടത്തിലെ നേതാക്കന്മാരോട് ഞാൻ പറയാം. ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി
ഞങ്ങള് ഇവിടെ ഒരു സ്വലാത്ത് ഹൽക്ക നടത്താറുണ്ട്. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇടകലരാറുണ്ട്. അത് ഞാൻ മുമ്പേ പറയാറുണ്ട്, ഷാഫി മദ്ഹബിൽ മസലല്ല ഉണ്ടെങ്കിലും അവർ പറഞ്ഞോട്ടെ. അപ്പൊ നോക്കാം, ഷാഫി മദ്ഹബിൽ അങ്ങനെ മസലൊന്നുമില്ല. മളിന്നത്തുൽ ഫിത്തനുള്ള ഈ കാലഘട്ടത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ ഇടകലർന്ന് സലാത്തിന് വരാനുള്ള വകുപ്പൊന്നും ഇവിടെ കിതാബ് കാണൂല. അത് പോട്ടെ, ചങ്ങൽ പാപ്പാന്റെ വിഷയം പോട്ടെ. അത് കഴിഞ്ഞിട്ട് മൂപ്പര സലാത്തിന് വരുന്ന ആൾക്കാരെക്കാൾ ഏറെ ആൾക്കാർ എവിടെ വരണം? മർക്കസിൽ വരണം. അതിനാ മുടി കൊണ്ടുവന്ന് ഞങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല. നിങ്ങൾ മുടി കൊണ്ടുവന്നാലും ഞങ്ങൾ ഒരാളും വരൂല. നിങ്ങളെ മുടിമേ നമ്മൾ കുടുങ്ങോ? നിങ്ങളായാലും ബെൽറ്റ് എന്തൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെ പറഞ്ഞു? നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും വരൂല. മുസ്ലിം ഉമ്മത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പറയുന്നതിന്റെ അപ്പുറത്ത് അതിന്റെ പ്രവർത്തകർ പോകൂല. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് എന്ന് പറഞ്ഞാൽ അത് ചവറ്റുകൊട്ടയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി പ്രസംഗവും ആവശ്യമില്ല. കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ കാളമ്പാടി ഉസ്താദും പറഞ്ഞു, ധനസമ്പാദനത്തിന്റെ മാർഗം ചവറ്റുകൊട്ടയിലേക്ക്. നിങ്ങൾ എന്ത് തെളിവ് പറഞ്ഞാലും ഈ ഉമ്മത്തിനറിയാം അത് സംഭവം എന്നതാണ്. അവരെക്കുറിച്ച് സമൂഹത്തിന്റെ വിശ്വാസം അതാണ്. നേരത്തെ ഈ സമൂഹം പറഞ്ഞ വിശ്വാസമല്ല, ഒറിജിനൽ വിശ്വാസമാണ്. പക്ഷേ ഇത് കളിക്കുന്നത് അവിടേക്കാണ്. മനസ്സിലാവുണ്ടോ? നേരത്തെ CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫൈലിനെ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. വെറുതെ അങ്ങോട്ട് പറയാണ്, മരണപ്പെടലോടുകൂടി മഹാനായി, മരിച്ച പിറ്റേന്നുള്ള സ്വന്തം ആൾക്കാരുമായി. നമ്മളെ ആൾക്കാർ സംശയിക്കൂലേ? അല്ലേ, ഇതെന്താ പഠിച്ചോനെ, അയാളൊപ്പമുള്ള ഇയാളും ഇയാളെ പോലെയാണ് അയാളും നോക്കൂലേ? ഒപ്പം നമ്മൾ കുടുങ്ങിപ്പോവും. ചിലപ്പോ ഇയാളാണ് സ്വപ്നം കണ്ടവരോ എന്നെ എനിക്ക് നാട്ടിൽ കൂടി ഇറക്കണ്ടേ, അയാൾക്ക് ഉൾപ്പില്ല എന്തും പറയാം. നെല്ലിക്ക വെള്ളം തലയിപ്പാരന്റെ സോക്കടാണ്. ഇതൊന്നും പ്രസംഗമല്ല, മരുന്ന്. ഇങ്ങനെ ആൾക്കാർ എന്തൊക്കെ പറയും. ഇതിനൊക്കെ മാന്യന്മാര് മൈക്കെട്ടി വേളരല. നിങ്ങളാരെയും ലോകത്താരെയും വിശ്വസിക്കോ? അള്ളാഹു താലാക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഏപ്പിനോട് ചോദിച്ചോണെന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ പറയുന്ന ആൾക്കാരെ കാണണമെങ്കിൽ കാരന്തൂരിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഓടി കോവൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിയണം. അവിടെ ഇയാൾക്ക് പറ്റിയ ആൾക്കാരുണ്ട്. AP എപ്പോഴെങ്കിലും കാറി കയറ്റി ഇയാൾ അവിടെ ഇറക്കിയിട്ടില്ലെങ്കിൽ സംഭവം കുളവും. ഇതിനുള്ള മരുന്ന് അത്രേ ഉള്ളൂ, നെല്ലിക്കാരിഷ്ടം കൊടുക്കുക. എന്താ ചെയ്യാ? പഴയ കാലത്താണ് പറഞ്ഞാൽ കേൾക്കുവാൻ